ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം നമുക്ക് വീടുകളിൽ പന്നലായി പോകുന്ന സവാള, അതായത് അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ സവാള ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവ അളിഞ്ഞു തുടങ്ങും, അതായത് അഴുകി തുടങ്ങും. അത് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സവാള നമുക്ക് അവിടുന്ന് ചിലപ്പോൾ കടകളിൽ ചെല്ലുവാണെങ്കിൽ, സവാള വാങ്ങിക്കുന്നിടത്ത് ചെല്ലുവാണെങ്കിൽ അവർക്ക് ചുമ്മാ തരും. അപ്പോൾ അങ്ങനെയുള്ള സവാള നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ വളർത്താമെന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഗ്രോ ബാഗിലേക്ക് മണ്ണ് നിറയ്ക്കേണ്ടതാണ്. ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഗ്രോ ബാഗിൽ നമ്മൾ മണ്ണ് ഒരു 15 ദിവസം കുമ്മായം ട്രീറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം മാത്രമേ ഏത് വിളകൾക്കും നമ്മൾ മണ്ണൊരുക്കാവൂ. അപ്പോൾ അതായത് ഗ്രോ ബാഗിലേക്ക് ഒരു ഗ്രോ ബാഗിൽ ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 80-90 ഗ്രാം അത്രയും കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൽ അമ്ലത, അതായത് അസിഡിറ്റി മാറുകയുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം മാത്രമേ നടാവൂ. പെട്ടെന്നിട്ട് അന്ന് തന്നെ നടരുത്. അപ്പോൾ വളം ഇടുന്നതൊന്നും നമ്മൾ ഇതിൻ്റെ വിളകൾക്ക് കിട്ടത്തില്ല. അപ്പോൾ 15 ദിവസം ട്രീറ്റ് ചെയ്ത മണ്ണ്, അതിലേക്ക് ഞാൻ ചാണകപ്പൊടിയും അതേപോലെ കോഴിവളം ചൂടായതിന് ശേഷം മാത്രം, ചൂടായതെന്ന് പറഞ്ഞാൽ ചൂടാറിയത്, അതായത് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ കോഴിവളത്തിൽ നിന്ന് ചൂട് പുറത്തേക്ക് വരും. അങ്ങനെ ഇവ മുഴുവൻ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത മണ്ണിലേക്ക് നമ്മൾ വളമെല്ലാം മിക്സ് ചെയ്ത മണ്ണാണ്. അപ്പോൾ അതിലേക്ക് ഇവ നടാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ള സവാള നോക്ക്, ഇതൊന്നും ഇനി നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇതെല്ലാം പന്നലായതാണ്, ഇതെല്ലാം പന്നലായ സവാളയാണ്. അപ്പോൾ അത് ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു 3 എണ്ണം, ഇതെല്ലാം പന്നലായതാണ്. ഇതിങ്ങനെ കിടന്ന് അളിഞ്ഞതാണെന്നേ ഉള്ളൂ, ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം നല്ലപോലെ നമുക്ക് ഉള്ളിയുടെ തണ്ട് നമുക്ക് എടുത്ത് തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വീട്ടിലെല്ലാവർക്കും ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു കുഴി എടുക്കുക, ചെറുതായിട്ട്, അതായത് സവാള അങ്ങ് താഴ്ന്നു പോയില്ല, ഒരു പകുതി വരെ സവാള നിൽക്കാവൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പതുക്കെ മണ്ണിട്ട് കൊടുക്കുക. ഒരിക്കലും മണ്ട വരെ മൂടല്ല. മണ്ട വരെ മൂടിക്കഴിഞ്ഞാൽ സവാളയുടെ തണ്ട് അഴുകിപ്പോകും. അപ്പം ഇതൊരെണ്ണം നട്ടു. ഇതിനെയും ഇതേപോലെ തന്നെ പകുതി വെച്ച്, അപ്പോൾ ഇത് മുകളിലോട്ട് വേണം വെക്കാൻ. ഇതാണ് വേര് വരുന്നത്, ഇത് താഴോട്ട് വേര് പോവും, ഇതാണ് മുകളിലോട്ട് വരുന്നത്, അല്ലാതെ തിരിച്ച് വയ്ക്കല്ല. അതിനുശേഷം ഇങ്ങനെ ഒരു ഗ്രോ ബാഗിൽ ഒരു 3 എണ്ണം വെച്ചാൽ മതി. ഇപ്പോൾ ഗ്രോ ബാഗ് വേണമെന്നില്ല, അല്ലാതെ തറയിലാണെങ്കിലും നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഉള്ളിയുടെ തണ്ടെടുക്കാം. ചില സമയത്ത് നല്ല പോലെ ഉള്ളി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ ചെയ്താൽ നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.